الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياتي ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സന്ദേശം എത്തിച്ചു കൊടുക്കാൻ, അതവരെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മാതൃകാ പുരുഷന്മാരെയാണ് നമ്മൾ പ്രവാചകന്മാർ എന്ന് പറയുന്നത്. നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ അടിസ്ഥാനപരവും മൗലികവുമായിട്ടുള്ള വിശ്വാസമാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. അതിൽ തന്നെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ കലിമത്ത് ഷഹാദയുടെ രണ്ടാമത്തെ ഭാഗമാണ്. അത്തരം ഒരു സാക്ഷ്യവചനത്തിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു പോയാൽ നമ്മുടെ കർമ്മങ്ങൾ അഖിലവും നിരാകരിക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും ശുദ്ധമായ ആഹാരവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ പ്രാമാണികമായിട്ടുള്ള സംശുദ്ധ ജ്ഞാനം ജനങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇടയാവരുത്. കൃത്യമായി സ്വയം ബോധ്യമാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെയും പുതിയ തലമുറകളെയും അത് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ നിയോഗം, പ്രവാചകന്റെ ദൗത്യം, ഈ കാര്യങ്ങളിൽ 3 അടിസ്ഥാനപരമായ സംഗതികൾ നമുക്ക് കാണാവുന്നതാണ്. അതിലൊന്ന് ഈ സമൂഹത്തോടുള്ള, മാനവരാശിയോടുള്ള അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള കാരുണ്യമാണത്. എന്തിനൊരു പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ജനങ്ങളോട് അള്ളാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആല് ഇമ്രാനിലെ 164-ാമത്തെ വചനമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, തീർച്ചയായും അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് വിശ്വാസികൾക്കിടെ മേൽ നൽകിയിട്ടുള്ളത്. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അയക്കുക വഴിയായി അള്ളാഹു വിശ്വാസികളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനായിരിക്കുന്നു. യത്ലു അലൈഹിം ആയാത്തി, ആ പ്രവാചകൻ അള്ളാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുന്നു.
വയുസക്കീഹിം അവരെ സംസ്കരിക്കുന്നു, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ ആ പ്രവാചകൻ അവരെ വേദഗ്രന്ഥം പഠിപ്പിക്കുകയും ഹിക്മത്ത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ തീർച്ചയായും അവർ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. അപ്പോൾ വഴികേടിലായ ഒരു സമൂഹത്തിലേക്ക് തന്റെ പ്രവാചകനെ അയക്കുക വഴിയായി വിശ്വാസികളോട് അള്ളാഹു അപാരമായിട്ടുള്ള അനുഗ്രഹം കാണിച്ചിരിക്കുന്നു. ആ പ്രവാചകൻ ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപ്ലവമാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും അസംസ്കൃതനായ മനുഷ്യരെ സംസ്കരിക്കുകയും വേദവും തത്വജ്ഞാനവും അവരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നത്. ഈ സംഗതി വരുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. പ്രവാചകന്റെ നിയോഗത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി ചരിത്രത്തിൽ നാം അറിയാവുന്നതാണ്. ജാഹിലിയ കാലഘട്ടമെന്നും ഇരുണ്ട യുഗമെന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകന്റെ നിയോഗം. അതിപുരാതനമായിട്ടുള്ള തഫ്സീർ തൊബരിയിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് ജഅലഹുല്ലാഹു റഹ്മത്തൻ മിൻഹും അള്ളാഹു അവരോട് അങ്ങേയറ്റത്തെ കാരുണ്യം കാണിച്ചിരിക്കുന്നു. ലിയുഖ്രിജഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ അജ്ഞതയിൽ നിന്നൊരു സമൂഹത്തെ അള്ളാഹു തീർച്ചയായും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. വയഹ്ദിയഹും ഇലാ സിറാത്തിൻ മുസ്തഖീം ചൊവ്വായ മാർഗത്തിലേക്ക് അവരെ മാർഗദർശനം നൽകിയ അള്ളാഹു. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറഞ്ഞത് ലഖദ് മന്നല്ലാഹു അലൈഹിം അവരുടെ മേൽ അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യം ചൊരിഞ്ഞിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. ഈ ആയത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള തഫ്സീറുകൾ നമുക്ക് പരിശോധിച്ചാൽ ഇമാം സഅദി രേഖപ്പെടുത്തിയത് ഹാദിഹി മന്നത്തുല്ലത്തി ഇംതനല്ലാഹു ബിഹാ അലൽ ഇബാദി അക്ബർ നിഅം തന്റെ പ്രവാചകനെ അയക്കുക വഴിയായ സമൂഹത്തോട് അങ്ങേയറ്റത്തെ വലിയ അനുഗ്രഹമാണ് അള്ളാഹു കാണിച്ചത്. വഹിയ ഇംതിനാനുൻ അലൈഹിം ബിഹാദർ റസൂലിൽ കരീം അല്ലദീ അൻകദഹുമുല്ലാഹു ബിഹി മിനൽ ളലാല വ്യക്തമായ വഴികേടിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമൂഹത്തെ ആ പ്രവാചകന്റെ നിയോഗം വഴിയായി അള്ളാഹു അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഇതൊക്കെയും തഫ്സീറുകളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം വിശ്വാസികൾ ഒന്നാമതായി ഹിജറ പോയത് എത്യോപ്യയിലേക്കാണ്. എത്യോപ്യയിലെത്തിയ മുസ്ലിങ്ങളെ വീണ്ടുകിട്ടുന്നതിന് വേണ്ടി അംർ ഇബ്നുൽ ആസിന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശി പ്രമുഖരായ ആളുകൾ നജാഷി രാജാവിനെ സമീപിക്കുന്നുണ്ട്. നജാഷി രാജാവിനോട് രാജാവ് മുസ്ലിങ്ങളുടെ നേതാവായിരുന്ന ജഅഫർ ബിൻ അബീ ത്വാലിബിനോട് എന്താണ് പ്രവാചകൻ കൊണ്ടുവന്നത് എന്നും എന്താണ് അദ്ദേഹത്തിന്റെ ദൗത്യമെന്നും കൃത്യമായി വരച്ചു കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്കിങ്ങനെ വായിക്കാവുന്നതാണ്. അയ്യുഹൽ മലിക് അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ ഞങ്ങൾ വളരെ വിവരമില്ലാത്തൊരു സമൂഹമായിരുന്നു. നഅബുദുൽ അസ്നാം ഞങ്ങൾ വിഗ്രഹാരാധകനായിരുന്നു. വനഅക്കുൽ മൈത്തത്ത ശവന്തീനികളായിരുന്നു ഞങ്ങൾ. വനഅത്തിൽ ഫവാഹിഷ അധർമ്മകാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നു ഞങ്ങൾ. വനഖ്തഉൽ അർഹാം കുടുംബബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരായിരുന്നു ഞങ്ങൾ. വനസീഉൽ ജവാർ അയൽവാസികളെ ദ്രോഹിക്കുന്നവരായിരുന്നു ഞങ്ങൾ. വയഅക്കുൽ ഖവിയ്യ മിനൽ ലഈഫ് ഞങ്ങളിലെ ദുർബലരുടെ അവകാശങ്ങൾ കഴിവുള്ളവർക്ക് അവരുമായിരുന്നു. ഫകുന്ന അലാ ദാലിക ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂല അന്നേരമാണ് അള്ളാഹു അവന്റെ പ്രവാചകനെ ഞങ്ങളിലേക്ക് അയക്കുന്നത്. നഅരിഫു നസ്ബഹു ഞങ്ങൾ കുടുംബബന്ധത്തിന്റെ പവിത്രത മനസ്സിലാക്കി. വസിദ്ഖഹു ഞങ്ങൾ സത്യസന്ധത മനസ്സിലാക്കി, അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു. വ അമാനത്തഹു വിശ്വസ്തത ഞങ്ങൾക്ക് ബോധ്യമായി. വ അഫാഫ വിവേകമുള്ളവരായി ഞങ്ങൾ. ഫദഅന ഇലല്ലാഹി തൗഹീദ് ആ പ്രവാചകൻ ഏകദൈവ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ നയിച്ചു. വലിനഅബ്ദു വനഖ്ലഉ മാ കുന്നാ നഅബ്ദു നഹ്നു ആബാഉന മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന് പുറമെ കല്ലുകളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്നു ഞങ്ങൾ. അതിനെ എല്ലാത്തിനെയും ഞങ്ങൾ ഒഴിവാക്കി. വഅമറനാ ബിസ്സിദ്ഖിൽ ഹദീസ് പ്രവാചകൻ സംസാരത്തിൽ സത്യസന്ധത, സത്യം പറയാൻ ഞങ്ങളോട് കൽപ്പിച്ചു.
വഅദാഇൽ അമാന, വിശ്വസ്തത പുലർത്താൻ, ഇടപാടുകളിൽ വിശ്വസ്തത പുലർത്താൻ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. വസിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചു. വഹസ്നുൽ ജവാർ, അയൽക്കാരോട് നന്മകൾ ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഈ നന്മകളിലേക്കെല്ലാം ഞങ്ങൾ പരിവർത്തിക്കപ്പെട്ടത് ആ പ്രവാചകന്റെ നിയോഗം വഴിയായിരുന്നുവെന്ന് ജഅഫർ ബിൻ അബി ത്വാലിബ് നജാഷി എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള രാജാവിനോട് തങ്ങളിലുണ്ടായ മാറ്റത്തെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചക നിയോഗം എന്ന് പറയുന്നത് വളരെ മോശമായൊരു സമൂഹത്തെ പരിവർത്തിപ്പിക്കലായിരുന്നു. അത് ആ സമൂഹത്തോട് അള്ളാഹു കാണിക്കുന്ന അളവറ്റ കാരുണ്യമാണ് എന്ന് അള്ളാഹുവിന്റെ തന്നെയും വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്നതായി രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇന്നമാ തൻഖദുൽ ഉർവത്തുൽ ഇസ്ലാം ഉർവത്തൻ ഉർവ, ഇസ്ലാമിന്റെ ബന്ധങ്ങൾ, ഇസ്ലാമിന്റെ ചരടുകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കും. ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലം യഅരിഫുൽ ജാഹിലിയ, ജാഹിലിയത്ത് അറിയാത്തവൻ, ഇസ്ലാമിൽ മാത്രം ജനിച്ചു വളർന്ന ഒരാൾക്ക് ജാഹിലിയത്ത് അറിയാതെ പോയാൽ ഇസ്ലാമിൻ്റെതായ പവിത്രതകൾ ആ സമൂഹത്തിൽ നിന്ന് ഒന്നൊന്നായി അഴിഞ്ഞുകൊണ്ടിരിക്കും. ജാഹിലിയത്ത് അറിയുമ്പോഴാണ് ഇസ്ലാമിന്റെ വിലയും നിലയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിന്റെ വില അറിയുന്നത് പോലെ ഇസ്ലാം എന്താണ് കൊണ്ടുവന്നത് എന്നറിയണമെങ്കിൽ ഇസ്ലാം ഇല്ലാതെ പോയ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത് മതത്തിന്റെ ഉത്തരവാദിത്തമാണ്. മതം, മതവിശ്വാസം, അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം, പരലോക ബോധ്യം നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്നെല്ലാം എടുത്തു നീക്കുകയാണ് എങ്കിൽ പിന്നീട് ഇവിടെ സംഭവിക്കുക അരാജകത്വമായിരിക്കും, അക്രമമായിരിക്കും. അതേപോലെ തന്നെ പരസ്പര ബന്ധമില്ലാത്ത, കടിച്ചു കയറാൻ പറ്റുന്ന രീതിയിൽ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിലായിരിക്കും നമ്മൾ മാറിപ്പോവുക. ആ ഒരു അവസ്ഥയിലുള്ള സമൂഹത്തിലേക്കാണ് തന്റെ പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുന്നത്. ആ നിയോഗത്തെ സംബന്ധിച്ച് ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് 21-ാമത്തെ അധ്യായം സൂറ അംബിയായിലെ 107-ാമത്തെ വചനം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അല്ലയോ പ്രവാചകരെ, അങ്ങേ അല്ലാഹു അയച്ചിട്ടില്ല മാലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ. പരസ്പരം കടിച്ചു കയറാൻ ആഗ്രഹിച്ചിരുന്ന തലമുറയിലേക്ക് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കുടിപ്പകയും വിദ്വേഷവും മനസ്സിൽ തലമുറകളായി കാത്തുസൂക്ഷിച്ച സമൂഹത്തിലേക്ക് കാരുണ്യത്തിന്റെ തെളിനീരുകൾ പ്രവാചകനാൽ നൽകപ്പെടുകയായിരുന്നു. അവരിൽ പ്രാണവായു വേർപിരിയാൻ സമയത്ത് പോലും തനിക്ക് ലഭിക്കുന്ന ദാഹജലം തന്റെ സഹോദരന് പങ്കുവച്ചു കൊടുക്കാൻ മാത്രം ഔദാര്യവാന്മാരായി അവർ മാറി. യർമൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ നമ്മൾ ആ ചരിത്രം കാണുകയാണ്. ഓരോരുത്തരും വെള്ളത്തിനു വേണ്ടി കീഴുകയാണ്. മുറിവേറ്റുകൊണ്ട് മരണവെപ്രാളത്തിൽ കിടക്കുന്ന അയ്യാഷിനെയും ഇക്രിമയെയും ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെയും അരികിലേക്ക് തോൽപാത്രത്തിൽ വെള്ളവുമായി വരുന്ന ആളുകളോട് അവർ പറയുന്നത്, എന്റെ സഹോദരന്റെ ദീനരോധനം ഞാൻ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് അവന് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം എനിക്ക് കൊണ്ടുവന്ന് തരാൻ. തന്റെ വളപ്പിലേക്ക് മറ്റൊരാളുടെ ഒട്ടകം കടന്ന് കറക കടിച്ചു എന്നതിന്റെ പേരിൽ യുദ്ധം ചെയ്യാൻ തൊട്ടതായിരുന്ന ഒരാളുകളെയാണ് പ്രാണവായു വേർപിരിയുന്ന സമയത്ത് പോലും പങ്കുവയ്ക്കണം, മറ്റുള്ളവർക്ക് നൽകലാണ് നേടിയെടുക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗമെന്ന് പഠിപ്പിക്കുന്ന കാരുണ്യം എന്താണ് എന്നവരെ കൃത്യമായി പഠിപ്പിച്ചത് പ്രവാചകനാണ്. അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുത്ത ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്തുള്ള സംഭവം. യാത്രക്കാരനായ ഒരാൾ തന്റെ ദാഹം തീർക്കുന്നതിന് ശേഷം കിണറിൽ നിന്ന് പുറത്തു വരുമ്പോഴേയും അയാൾ കാണുന്നത് മണ്ണ് കപ്പുന്ന ഒരു നായയാണ്. തനിക്ക് മുമ്പുണ്ടായ അവസ്ഥ അദ്ദേഹം അയവിറക്കുകയും തന്റെ ഷൂവിൽ വെള്ളം നിറച്ചുകൊണ്ട് ആ നായയുടെ വായിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പ്രവാചകൻ പറയണം. നിങ്ങളുടെ പൂർവികരിൽ അങ്ങനെ ഒരാൾക്ക് അല്ലാഹു സ്വർഗം നൽകി. മിണ്ടാപ്രാണിയോട് കരുണ കാണിച്ചതിന്റെ പേരിൽ
അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്വർഗത്തെ സംബന്ധിച്ച പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയാണ്. അതുപോലെ വളരെ കാഠിന്യമതിയായ ഒരു സ്ത്രീ, ഒരു സഹോദരിയെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പൂച്ചയുടെ ശല്യം നിമിത്തം അവൾ പൂച്ചയെ കെട്ടിയിട്ടു. സ്വയം ഭക്ഷണം തേടാൻ അവൾ അതിനെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് ഭക്ഷണം നൽകിയില്ല. അങ്ങനെ ചത്തുപോയ പൂച്ചയുടെ പേരിൽ ഒരു സ്ത്രീ നരകാവകാശിയായി എന്ന് പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയൊരു കാരുണ്യം ഈ ലോകത്ത് മറ്റൊരു പാഠവേദത്തിൽ നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. മിണ്ടാപ്രാണികളോടും കരുണ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് ഈ ദീൻ എന്ന് പറയുന്നത്. ആ ഉത്ബോധനം അള്ളാഹുവിന്റെ പ്രവാചകനാൽ വളരെ ഊശ്വരമായ കരിമ്പാറകളെക്കാൾ കടുത്തുറഞ്ഞ മനസ്സിന്റെ ഉടമകളായ ആളുകളെ പഠിപ്പിക്കുകയാണ്. ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, പച്ചക്കരളുള്ള ജീവനുള്ള ഏതൊരു ജന്തുവിനോട് നിങ്ങൾ കരുണ കാണിക്കുന്നത്, ഉപകാരം ചെയ്യുന്നത് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്. ആ നിലയിൽ മറ്റുള്ളവരോട് മാത്രമല്ല, മറ്റു ജന്തുജാലങ്ങളോട് പോലും കരുണയുള്ളവരായി മാറണമെന്ന് ഈ മതം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ നിയോഗത്തിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മാലോകരോടുള്ള അള്ളാഹുവിന്റെ കാരുണ്യമാണ് നമുക്ക് വായിക്കാവുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത്, സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചിന്തതകൾക്ക് പ്രശ്നപരിഹാരമായിട്ടാണ് പ്രവാചകന്, സൊല്യൂഷനായിട്ടാണ് പ്രവാചകൻ വരുന്നത്. ആളുകൾ എക്കാലത്തും ഛിന്ന ഭിന്നമായി പോയിക്കൊണ്ടിരുന്നത് വിശ്വാസത്തിലും ആ വിശ്വാസത്തിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലുമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ വലിയൊരു ജലപ്രളയമുണ്ടായി. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സമൂഹത്തെ അള്ളാഹു ഭൂലോകത്ത് നിന്ന് തുടച്ചു നീക്കി. നമുക്കറിയാം, വദ്ദിനെയും സുവാഇനെയും യൗസിനെയും ഒക്കെ ആരാധിക്കപ്പെട്ട സമൂഹത്തെ തുടച്ചു നീക്കി ഭൂമിയെ അള്ളാഹു സംശുദ്ധമാക്കി. പിന്നീട് നമ്മൾ കാണുന്നത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കടന്നു വരുമ്പോ വിഗ്രഹങ്ങളെ ആരാധിക്കുക മാത്രമല്ല, തങ്ങളുടെ കൈകൾ കൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അത് വിറ്റുകൊണ്ട് തങ്ങളുടെ ഉപജീവനം നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എക്കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്ര പാഠം എന്ന് പറയുന്നത്, ഓരോ തലമുറകളിലും കഴിഞ്ഞു പോകുമ്പോൾ വിശ്വാസ വൈകൃതങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളിലുള്ള സ്ഖലനങ്ങൾ, അതൊക്കെയും സമൂഹത്തിൽ സംഭവിച്ചു വരുന്നു എന്നുള്ളതാണ്. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സംശുദ്ധമാക്കിയ സമൂഹത്തെ അല്ല കാണുന്നത്. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായിട്ടുള്ള കഅബയിലടക്കം അനേകം വിഗ്രഹങ്ങളെ വച്ച് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയാണ് കാണുന്നത്. പേരിൽ വ്യത്യാസമുണ്ടായി എന്ന് മാത്രം. അവിടെ ലാത്തയും ഉസ്സയും മനാത്തയും ഹുബലും ഒക്കെയാണ് എങ്കിൽ, കഴിഞ്ഞുപോയ തലമുറ വദ്ദിനെയും സുവാഹിനെയുമാണ് ആരാധിച്ചിരുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട സമൂഹം ഓരോ കാലഘട്ടത്തിലും തങ്ങൾക്ക് അനുയോജ്യമായ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് മാറിപ്പോവുകയാണ്. ഈ ചരിത്രം ഇങ്ങനെ മനുഷ്യാതീത കാലം മുതൽ ഇനിയും ലോകാവസാനം വരെയും തുടർന്നു പോകുമെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നത്, അവിടെ നമ്മൾ കേൾക്കുന്ന ചില ചുരുക്കപ്പേരുകളാണ്. സീയമാണ്, സിദ്ധനാണ്, ഔലിയയാണ്, മറ്റു പലരുമാണ്. പേരുകൾ മാറുന്നേ ഉള്ളൂ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ബദറും ഉഹദും ഒക്കെ ഉണ്ടായത്. അതേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തർക്കങ്ങൾക്ക്, ജനങ്ങൾക്കിടയിലുള്ള അത്തരം വഴികേടിൽ നിന്ന് അവർക്കിതാ പരിഹാരമാണ് പ്രവാചകന്റെ നിയോഗം എന്ന് പറയുന്നത്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 213-ാമത്തെ വചനത്തിൽ അതിങ്ങനെ വായിക്കാം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമൂഹം ഒരൊറ്റ സമൂഹമായിരുന്നു. ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, അപ്പോൾ അള്ളാഹു അവന്റെ പ്രവാചകന്മാരെ താക്കീത് നൽകുന്നവരും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായി അവരിലേക്ക് നിയോഗിക്കുകയുണ്ടായി. വഅൻസല മഅഹുൽ കിതാബ്, ആ പ്രവാചകന്മാരോടൊപ്പം സത്യസന്ദേശമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളും അയച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? ലിയഹ്കുമ ബൈനന്നാസ്,
ജനങ്ങൾക്കിടയിൽ ഏതൊരു കാര്യത്തിലാണ് അവർ ഭിന്നതയിലായത്, ഫീമ ഇഖ്തലഫൂ ഫീ, അവർ ഏത് കാര്യത്തിലാണോ കക്ഷികളായി പിരിഞ്ഞത്, ലിയഹ്കുമ ബൈനന്നാസ്, മനുഷ്യർക്കിടയിലുള്ള ഭിന്നതയിൽ തീർപ്പ് കൽപ്പിക്കാൻ, വിധി പ്രസ്താവിക്കാൻ, ഇതാണ് സത്യമെന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് പ്രവാചകൻ ഒരു വര വരക്കുകയാണ്. എന്നിട്ട് ആ വരയെ പ്രവാചകൻ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദാ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് ചൊവ്വായ പാത എന്ന് പറയുന്നത്, സ്ട്രൈറ്റ് ആയിട്ടുള്ള വര, ഇതിൽ യാതൊരു വക്രതയും വളവും തിരിവുമൊന്നുമില്ല. അനേക വഴികൾ പ്രവാചകൻ വലങ്ങുന്നു, ഇടത്തോട്ടും വലത്തോട്ടുമെല്ലാം വരക്കുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, ഈ വരകളെല്ലാം തന്നെയും വിഭിന്നങ്ങളായിട്ടുള്ള മാർഗങ്ങളാണ്. ആ മാർഗങ്ങളെ അനുധാവനം ചെയ്യുന്നവൻ തീർച്ചയായും സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിപ്പോകും. പലരും കേൾക്കുകയാണ്, പലതിനെ പറ്റിയും പറയുകയാണ്. ആ പറയിലൊക്കെ കേൾക്കുമ്പോൾ അത് ഏറ്റവും നല്ല സുന്ദരമായ ആശയമാണ് നമുക്ക് തോന്നുകയാണ്. എന്നാൽ ചൊവ്വായ ഇതിൽ നിന്നും തെറ്റിച്ചു കളയുന്ന കുറുക്കു വഴികളാണ് എന്നും പ്രവാചകൻ കൃത്യമായി വരച്ചു കാണിക്കുകയാണ്. ഖുർആനിലെ 19-ാമത്തെ അധ്യായം സൂറ മറിയമിലെ 59-ാമത്തെ വചനം, തലമുറകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ അല്ലാഹു പറയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ആ തലമുറയ്ക്ക് ശേഷം ഇതാ മറ്റൊരു തലമുറ വരികയാണ്. എന്താണ് അവർ ചെയ്യുന്ന പരിപാടി? അല്ലാഹുസ്സലാ, അവർ നമസ്കാരം പാഴാക്കി കളയുന്നു. അള്ളാഹു കൽപ്പിച്ച നിർബന്ധമായിട്ടുള്ള കർമ്മം അവർ പാഴാക്കി കളയുകയാണ്. വത്തബഉ ശഹവാത്ത്, ഇച്ഛകളെ അവർ അനുധാവനം ചെയ്യുന്നു. ഫസൗഫ യൽഖൗന ഗയ്യ, ദുർമാർഗത്തെ അവർ നിർബന്ധമായും നിശ്ചയമായും അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ പോക്ക് അവർ പോവുകയാണെങ്കിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ദുർമാർഗമാണ്. അതിന്റെ പരിണത ഫലം അവർ കണ്ടേ മതിയാവും. അള്ളാഹു കൃത്യമായി പറയാം. ഒന്നാമത്തെ കാലഘട്ടം പ്രവാചകൻ പറയുന്നുണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്നത് എന്റെ ഈ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറയാണ്. പ്രവാചകൻ 3 കൊണ്ട് അവസാനിപ്പിച്ചു. എന്താ പറഞ്ഞർത്ഥം? ഓരോ കാലഘട്ടം ചെല്ലുന്തോറും സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന ഈ അപജയം വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കെൽപ്പുള്ളവരായി ഈ തലമുറ മാറണമെന്ന് പറയുന്നത്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 143-ാമത്തെ വചനത്തിൽ അതിങ്ങനെ നമുക്ക് വായിക്കാവുന്നതാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, അപ്രകാരം നിങ്ങളെ നാം ഒരു ഉത്തമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. അള്ളാഹു പറയാം, നിങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികൾ ഉത്തമ സമൂഹമാണ്. എന്തുകൊണ്ട്? ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുന്നത് കൊണ്ട്. ജനങ്ങൾക്ക് അവരുടെ ജീവിത വീക്ഷണങ്ങൾ കൈമോശം വരുമ്പോ, വിശ്വാസത്തിലും ആചാരങ്ങളിലുമൊക്കെ പോരായ്മകൾ സംഭവിക്കുമ്പോ, ആ പോരായ്മകൾ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളെ അള്ളാഹു സാക്ഷികളാക്കിയിരിക്കുന്നു. വയകൂന റസൂലു അലൈക്കും ഷഹീദ, അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങളുടെ മേലും സാക്ഷിയാക്കിയിരിക്കുന്നു. എന്റെ കയ്യിലെ വാച്ചിന്റെ സമയം തെറ്റിയാൽ, നല്ല വാച്ച് നോക്കി, കൃത്യമായി ചലിക്കുന്ന വാച്ച് നോക്കി ഞാൻ എൻ്റെ വാച്ചിന്റെ സൂചികൾ ശരിയാക്കുന്നത് പോലെ സമൂഹത്തിൽ സ്ഖലിതങ്ങൾ സംഭവിക്കുമ്പോൾ, പോരായ്മകൾ സംഭവിക്കുമ്പോൾ, വിശ്വാസപരമായും ആചാരപരമായും അനുഷ്ഠാനപരമായിട്ടുമൊക്കെയുള്ള തെറ്റുകൾ അവരിൽ സംഭവിച്ചു കൂടുമ്പോൾ ആ തലമുറയെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഉത്തമർ എന്നുള്ളതിൻ്റെ യോഗ്യതയായി, ഉത്തരവാദിത്തമായി അള്ളാഹു നമ്മെ ഏൽപ്പിക്കുന്നത്. ആ ചുമതല നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. പ്രവാചകന്റെ ജീവിതം വളരെ തെളിഞ്ഞതായി നമ്മുടെ മുമ്പിൽ കൃത്യമായി അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ 4-ാമത്തെ അധ്യായം സൂറ നിസായിൽ 41-ാമത്തെ വചനത്തിൽ പ്രവാചകന്റെ ഈ ദൗത്യത്തെ പരാമർശിക്കുകയാണ്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ, ഓരോ സമുദായത്തിൽ നിന്നും അവരിലേക്ക് നിയുക്തരായിട്ടുള്ള സാക്ഷികളെ നാം നാളെ കൊണ്ടുവരും. ഈ കൂട്ടരുടെ സാക്ഷിയായി നിന്നെയും നാം കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഖുർആനിലെ ഈ വചനം കേട്ടപ്പോ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. عن عبد الله بن مسعود رضي الله عنه قال لي النبي صلى الله عليه وسلم പ്രവാചകൻ എന്നോട് പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഇഖ്റ അലയ്യ, നീ എനിക്കൊന്ന് ഖുർആൻ വായിച്ചു തരിക. കാല, ഞാൻ പറഞ്ഞു, നഅം, തീർച്ചയായും. ഇന്നി അഹബ്ബ അഖ്റ ഇലൈക, താങ്കൾക്കല്ലേ ഖുർആൻ അവതീർണമായത്. വഅലൈക ഉൻസില, താങ്കളുടെ മേലല്ലേ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. ആ താങ്കൾക്ക് ഞാൻ പാരായണം ചെയ്തു തരികയോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിക്കുകയാണ്. ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം, തീർച്ചയായും നീ എനിക്കത് വായിച്ചു തരണം. ഇന്നി അഹബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാൻ അല്ലാത്ത ഒരാളിൽ നിന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ എനിക്ക് ഖുർആൻ വായിച്ചു തരാം. ഫഖറൗതു, അപ്പോൾ ഞാൻ പാരായണം ചെയ്തു. സൂറ നിസാ, 4-ാമത്തെ അധ്യായം സൂറ നിസാ ആണ് ഞാൻ പാരായണം ചെയ്തത്. ഹത്താ അത്തൈതു ഇലാ ഹാദിഹിൽ ആയ, അന്നേരം എൻ്റെ പാരായണം 41-ാമത്തെ ഈ വചനത്തിലേക്ക് എത്തുകയാണ്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, എല്ലാ തലമുറകളിലേക്കും എല്ലാ സമുദായത്തിലേക്കും നിയുക്തരായ ആളുകളെ നാളെ പരലോകത്ത് നമ്മൾ സാക്ഷിയായി കൊണ്ടുവരും. വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ, ഈ കൂട്ടം ആളുകളിലേക്ക് അവസാന തലമുറയുടെ സാക്ഷിയായി നിന്നെയും ഞാൻ കൊണ്ടുവരുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് കേൾക്കുമ്പോ, ആ ആയത്ത് പാരായണം ചെയ്തപ്പോ ഹസ്ബുക്കൽ ആൻ, നിർത്ത, ഇത് മതി എന്ന് പ്രവാചകൻ പറയണം. ഫൈദാ ഐനാഹു തുദിരിഫാനി, അല്ലാഹുവിന്റെ റസൂലിന്റെ 2 കണ്ണുകളും സജലങ്ങളായി കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രവാചകൻ ഇരിക്കുകയായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാം. ആലോചിച്ച് നോക്കൂ, ഓരോ തലമുറയ്ക്ക് സംഭവിച്ചു പോകുന്ന അപജയങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ചിത്രമാണ്, ഒരു താക്കീതാണ് വചനത്തിലൂടെ പറയുന്നത്. ഈ തലമുറയെ ഹാജരാക്കപ്പെടുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്? അള്ളാഹുവിന് പുറമെ മറ്റു പലരെയും ആരാധിക്കുന്നവരായി ഈ തലമുറയിൽപ്പെട്ട ആളുകൾ മാറുകയാണ്. ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിയവരായി ഈ തലമുറയിൽപ്പെട്ട ആളുകൾ വരികയാണ്. ഏത് സ്ഥലത്ത് നിന്നു പോകുന്ന സ്ഥാപനങ്ങൾ ഏതാണ്? ഒരന്വേഷണത്തൊന്ന് പഠിച്ചു നോക്കുക. ചായക്കടകളല്ല, റേഷൻ ഷോപ്പുകളല്ല, പെട്രോൾ പമ്പുകളല്ല. ഏതാണ് നിന്നു പോകുന്നത്? ഖുർആൻ പഠന കേന്ദ്രങ്ങളാണ്. ശരിയല്ലേ? ആലോചിച്ച് നോക്കാം. അവിടെ കുറെ സ്ത്രീകൾ ഉണ്ടാകും. ചില സംവരണം നൽകിയ മേഖല പോലെ. നമ്മൾ ആണുങ്ങളൊന്നും ആ പണിക്ക് പറ്റിയവരല്ല. നമുക്ക് സമയമില്ല. ഖുർആൻ കേൾക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് അവിടെ നിന്ന് സമയം. അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങളല്ലേ ഞാനും നിങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോവുകയാണ്. അങ്ങനെ ആ സദസ്സിലേക്ക് തള്ളിവിടുന്നത് അബലകളായിട്ടുള്ള സ്ത്രീ സമൂഹത്തെ. നമ്മളവരെ കുറ്റപ്പെടുത്തല്ല. പക്ഷേ വിജയിക്കേണ്ടത് ഈ ഖുർആനിനെ നെഞ്ചേറ്റിയ ആളുകളാണ്. സാന്ദർഭികവശാൽ പറയാം, നമ്മുടെ ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകൾ എല്ലാ ശനിയാഴ്ചകളിലും നടന്നു വരുന്നുണ്ട്. എന്റെ പങ്ക് അവിടെ എത്രയാണ് എന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ സദസ്സ് നാളെ പരലോകത്ത് സാക്ഷിയായി വരുമ്പോ, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് സാക്ഷിയായി വരുമ്പോ, ഖുർആനിനെ തള്ളിക്കളഞ്ഞവരാണ് ഇവർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രവാചകന്റെ ആക്ഷേപം കേൾക്കുന്ന സമൂഹമായി നമ്മൾ മാറുമോ? നമുക്ക് അങ്ങനെ ഒരു ഭയപ്പാട് വേണ്ടതില്ലേ? ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ രേഖപ്പെടുത്തുകയാണ്, ഒരു തലമുറ നന്നാകണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു പോയിട്ടുള്ള ഉത്തരവാദിത്വം, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഇതാ വിട്ടിച്ചു പോവുകയാണ്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ 2നെയും ആരെങ്കിലും മുറുകെ പിടിക്കുകയാണ് എങ്കിൽ ഒരിക്കലും അവർ വഴിപിഴക്കുകയില്ല. കിതാബ് അല്ലാഹി വ സുന്നത്ത് നബി, അത് അള്ളാഹുവിന്റെ കിതാബും അവിടുത്തെ പ്രവാചകന്റെ ചര്യയുമാണ്. ഇത് 2ഉം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നതാണ് ഒരു തലമുറ അപജയം സംഭവിക്കാതിരിക്കാൻ, തെറ്റുകുറ്റങ്ങളിൽ ആണ്ടുപോകാതിരിക്കാൻ, സംസ്കാര ച്യുതിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ഏൽപ്പിച്ചു പോയിട്ടുള്ള ഉത്തരവാദിത്തം ഇതാണ്. അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ഇമാം മാലിക് പറയുന്നുണ്ട്, ഈ തലമുറയുടെ ആദ്യ കാലഘട്ടത്തിൽ ആളുകൾ ഏതൊന്നുകൊണ്ടാണോ വിജയിച്ചത്, അതുകൊണ്ട് മാത്രമാണ് ഈ തലമുറയിലെ
അവസാന കാലഘട്ടത്തിലെ ആൾക്കാരും ജയിച്ചു പോവുക. അത് ഖുർആനായിരുന്നു. ഖുർആൻ കൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ജയിച്ചത് എങ്കിൽ ആ ഖുർആനിനെ അവഗണിച്ചാൽ നമ്മൾ പരാജിതരായി പോകുമെന്നുള്ള കൃത്യമായ വിചാരവും വിശ്വാസവും നമുക്കുണ്ടാകണം. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 59-ാമത്തെ വചനം അനേകവട്ടം കേട്ടവരാണ് നമ്മൾ. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫി ഷൈഇൻ, എന്നാൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും നിങ്ങൾ മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ദാലിക ഖൈറൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. വഅഹ്സനു തഅ്വീല, ഏറ്റവും സുഖകരമായിട്ടുള്ള പര്യവസാനം അതിനായിരിക്കും. അതുകൊണ്ട് എന്തു തർക്കമുണ്ടായാലും ലോകത്ത് കാണുന്ന, ഏട്ടിൽ കാണുന്നത് നമ്മൾ സമൂഹത്തിൽ കാണുന്നില്ല. സമൂഹത്തിൽ കാണുന്ന പലതും നമ്മൾ ഏട്ടിലും കാണുന്നില്ല. എവിടെയാണ്, എന്ത് നോക്കിയാണ് നമ്മൾ ആളുകളെ ശരിപ്പെടുത്തേണ്ടത്? ഏട്ടിലേക്ക് നോക്കണം. അതാണ് അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയും. അവിടേക്ക് നോക്കി സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ 59-ാമത്തെ അധ്യായം സൂറ ഹശ്റിലെ 7-ാമത്തെ വചനം അള്ളാഹു പറയാണ്, വമാ അതാകുമുർ റസൂൽ ഫഖുദൂ, എന്താണോ പ്രവാചകൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് ആ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, എന്താണോ അവിടുന്ന് നിങ്ങളോട് വിരോധിച്ചത് ആ വിരോധിച്ചതിനെ നിങ്ങൾ വെടിയണം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദാ അമർതകും ബിഅംരിൻ ഫഅതു മിൻഹു മസ്തതഅതും, ഞാനൊരു കൽപ്പന നിങ്ങളോട് നടത്തിയാൽ കഴിയുന്നത്ര നിങ്ങൾ പാലിക്കാൻ ശ്രദ്ധയുള്ളവരാകണം, കഴിയുന്നത്ര. എന്നാൽ വമാ നഹൈതുകും അൻഹു, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിരോധിച്ചാൽ ഫജ്തനിബൂ, അത് നിങ്ങൾ പൂർണ്ണമായും വെടിയണം. അവിടെ കഴിയുന്നത്ര എന്നല്ല, പൂർണ്ണമായും വെടിയണം. ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാൽ വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾ പൂർണ്ണമായും വെടിയുക തന്നെ വേണം. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 115-ാമത്തെ വചനം, വമൻ യുശാഖിഖിർ റസൂൽ, ആരാണോ പ്രവാചകന് എതിരായി നിൽക്കുന്നത്, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, വ്യക്തമായ സന്മാർഗം വന്നു കിട്ടിയതിനു ശേഷം ആര് പ്രവാചകന്റെ മാർഗത്തിന് വിപരീതമായി, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗങ്ങളെ ആര് അനുധാവനം ചെയ്യുന്നുവോ, നവല്ലിഹി മാ തവല്ല, എവിടേക്കാണ് അവൻ തിരിഞ്ഞത് ആ വഴിയിലേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവന് നരകത്തിലിട്ട് നാം കത്തിക്കാളും. വസാഅത്ത് മസീറ, അവൻ കടന്നു പോകേണ്ട വഴി വളരെ മോശമായിട്ടുള്ള സ്ഥലമാണ്. അവനെ നാം നരകത്തിലിട്ട് കത്തിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഈ അള്ളാഹുവിന്റെ വാക്കുകളെ കേട്ടുണ്ട് അതിനെതിരായി ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ അനുഷ്ഠാനങ്ങളെ ഖുർആനും സുന്നത്തിനും അനുസൃതമായി പരിവർത്തിപ്പിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ചൈതന്യത്തോളം പഴക്കമുണ്ട് മനുഷ്യരുടെ അതിരുകവിച്ചിലുകൾക്ക്. എവിടെയാണോ നിൽക്കാൻ പറഞ്ഞത് ആ നിൽക്കാൻ പറഞ്ഞതിൻ്റെ ഒരു അല്പം കൂടി അങ്ങോട്ട് കടന്നു നിൽക്കുക. എവിടെയാണോ പോകണമെന്ന് പറഞ്ഞത് അവിടെ പോകാതിരിക്കുക. അങ്ങനത്തെ ദുസ്വഭാവം മനുഷ്യരുടെ കൂടപ്പുറപ്പാണെന്നുള്ളവൻ. അതുകൊണ്ട് അത്തരം തോന്നിവാസങ്ങളെ
സമൂഹത്തിൽ പ്രചരിക്കുന്നതിനെതിരിൽ ജാഗ്രതയുള്ളവരാകണം. കണ്ണും കാതുമൊക്കെ തുറന്നിരിക്കണം. അവിടെ നമ്മൾ മൊയന്തുകളായിട്ട് കാര്യമില്ല. പരലോകത്ത് ഒരു സമൂഹത്തെ ഹാജരാക്കുകയാണ്. അവസാന കാലക്കാരായ ആളുകൾ, ഈ തലമുറയിലെ ആളുകൾ ഹൗദൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. അന്നേരം മലക്കുകൾ അവരെ ആട്ടി ഓടിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പ്രവാചകൻ അത് കാണുന്നുണ്ട്. പ്രവാചകൻ വിളിച്ചു പറയാൻ, ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് അവരെ വിടുക എന്ന് പ്രവാചകൻ മലക്കുകളോട് കൽപ്പിക്കുകയാണ്. ഫയുഖാൽ, അപ്പോൾ അവർ പറയും, ഇന്നക ലാ തദ്രി മാ ബദ്ദലു ബഅദക, താങ്കളുടെ കാലശേഷം അവരെന്താണ് മാറ്റിത്തീർത്തത് എന്ന്, എന്താണ് അവർ പ്രവർത്തിച്ചതെന്ന് താങ്കൾക്കറിയില്ല, അതുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്. ഫഅഖൂൽ, എന്നിട്ട് പ്രവാചകനോട് അവരത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. താങ്കളുടെ ദീനിൽ, താങ്കൾ കൊണ്ടുവന്ന മതത്തിൽ താങ്കൾ പഠിപ്പിക്കാത്തത് പലതും കൂട്ടിച്ചേർക്കുകയും പാലിക്കേണ്ട പലതും നിരാകരിക്കുകയും ചെയ്തവരാണ് അവർ. അതുകൊണ്ട് ഈ വെള്ളം അവർക്ക് അല്ലാഹു അനുവദിച്ചിട്ടില്ല എന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണക്കെ കോപ്പകളുള്ള കപ്പുകളുള്ള ഒരു സദസ്സിൽ നിന്നും അവരെ ആട്ടിപ്പായിക്കുമെന്നാണ് പറയുന്നത്. ഫഅഖൂൽ, അപ്പോൾ ഞാൻ പറയും, സുഹക്കൻ സുഹക്കൻ ലിമൻ ബദ്ദലു ബഅദി, എന്റെ കാലശേഷം എന്റെ മതത്തിൽ പുതിയതായി പലതും കൽപ്പിച്ചു കൂട്ടിയ സമൂഹമേ, നിങ്ങൾ വിദൂരതയിലാവുക, എന്നെ വിട്ടു പോകാൻ പ്രവാചകനും കൽപ്പിക്കുമെന്നുള്ളത്. അപദാനങ്ങൾ വാഴ്ത്തുന്നു എന്നതിന്റെ പേരിൽ, പലതിനെയും നമ്മൾ പുകഴ്ത്തുന്നു എന്നതിന്റെ പേരിൽ, പലതിലും നമ്മൾ ബർക്കത്ത് കാണുന്നു എന്നതിന്റെ പേരിൽ, ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാമിന്റെ മൗലികമായ വിശ്വാസത്തെ നിരാകരിക്കുന്ന, പ്രവാചകന്റെ അധ്യാപനങ്ങളെ തിരസ്കരിക്കുന്ന പലതും വാരിപ്പുണരാൻ സമൂഹം തയ്യാറായി നിൽക്കുകയാണ്. അത്തരം ഒരു ദുരന്ത കാഴ്ച ഈ മാസത്തിൽ നമ്മൾ കാണുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ 12 എന്ന് ഖുർആനിലൂടെ പറയുന്നു. അതിൽ 4 വിശുദ്ധമാണ്, പവിത്രമാണ് എന്ന് പറയുന്നു. ആ 4 എന്തായാലും റബീഉൽ അവ്വൽ ഇല്ല. പക്ഷെ എന്നിട്ടും സമൂഹത്തിൽ ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവർ ഈ മാസപ്പിറവിയെ മുതൽ വലിയ ആഹ്വാനങ്ങൾ, മാസപ്പിറവി കണ്ടിരിക്കുന്നു എന്നിങ്ങനെ ആഹ്വാനം ചെയ്യുകയാണ്. ഇനി എല്ലാ ബിദ്അത്തുകളും കെട്ടഴിച്ച് വിട്ടോളീൻ എന്നാണ് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ബാക്കി പത്രം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബ തവാഫ് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നതുപോലെ തന്നെ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രീതിയിൽ അദ്ദേഹം ഉംറക്കിടയിൽ കഅബ തവാഫ് ചെയ്യുകയാണ്. ആളുകൾ ഹജറുൽ അസ്വദിനെ മുത്തുന്നുണ്ട്, അദ്ദേഹം അത് കാണുന്നുണ്ട്. അദ്ദേഹം ഹജറുൽ അസ്വദിനെ മുത്തുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്നി ലഅഅലമു അന്നക ഹജറുൻ, എനിക്ക് നന്നായിട്ടറിയാം നീ ഒരു കല്ലാണ് എന്ന്. ഹജറുൽ അസ്വദിനെ നോക്കി ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹജറുൽ അസ്വദിന് ചെവിയില്ല, കണ്ണില്ല, മൂക്കില്ല, ഹൃദയവുമില്ല. എന്തിനാണത് പറയുന്നത്? ചെവിയും കാതും കണ്ണും മൂക്കുമൊക്കെയുള്ള തലമുറകൾ പിന്നാലെ വരുന്നവർ കണ്ടുപഠിച്ചോട്ടെ എന്ന് എഴുതിയിട്ടുണ്ട്. നിനക്ക് നീ ഒരു കല്ലാണ് എന്നും എനിക്കറിയാം. ലാ തദുറു വലാ തൻഫഉ, ഒരു ഉപദ്രവമോ ഉപകാരവുമോ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. വലൗലാ അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ എൻ്റെ പ്രവാചകനെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, യുഖബ്ബിലുക, നിന്നെ അദ്ദേഹം ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ, മാ ഖബ്ബൽതുക, ഞാൻ നിന്നെ ഒരിക്കലും ചുംബിക്കുമായിരുന്നില്ല. പ്രവാചകൻ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. അവിടെ നിൽക്കാൻ കഴിയണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഒരു യാത്രാമധ്യേ അദ്ദേഹം ഒരു പള്ളിയിൽ നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് പിന്നാലെ ആളുകൾ ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാണ് ഈ ആളുകൾ ഇങ്ങനെ പരക്കം പായുന്നത്? അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ വിവരം നൽകപ്പെട്ടു, അതിവിടെ അടുത്തൊരു മരമുണ്ട്. ആ മരത്തിന്റെ ചോട്ടിൽ പ്രവാചകൻ ഇരുന്ന് വിശ്വാസികൾ ബൈഅത്ത് ചെയ്ത വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു മരമാണ്. ആ മരത്തിന്റെ ചോട്ടിലിരിക്കാനും കാറ്റുകൊള്ളാനും അവിടെ ഇരുന്ന ദിക്റുകളൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അവര്. നേർക്ക് നേരെ നോക്കിയാൽ ഒരു തെറ്റുമില്ലാത്ത ചരിത്ര പ്രാധാന്യമുള്ള ഒരു വൃക്ഷത്തെയാണ് അദ്ദേഹത്തിന് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം ഉടനെ കൽപ്പന കൊടുക്കുകയാണ്,
ആ വൃക്ഷത്തെ വെട്ടിമാറ്റുക മാത്രമല്ല, അതിന്റെ വേരടക്കം എടുത്ത് പിഴുതുമാറ്റാൻ, ജനങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന പോരായ്മയെ, ഒരു അപജയത്തെ ദീർഘദൃഷ്ടിയോടുകൂടി അദ്ദേഹം കാണുകയാണ്. അത്തരം ഒരു ദുരന്തത്തിലേക്ക് സമൂഹം ആപതിക്കാതിരിക്കാൻ അതിനെപ്പറ്റിയുള്ള കൃത്യമായ ജാഗ്രതയാണ്. സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ മുന്നറിയിപ്പ് നൽകാതെ ഒരു തലമുറയെയും അള്ളാഹു നശിപ്പിക്കുകയില്ല എന്നതാണ് പ്രവാചക നിയോഗത്തിന്റെ 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ആ ഭാഗം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മാതൃകായോഗ്യനായ ഒരു പ്രവാചകനെ ഇതാ നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ അയച്ചു തന്നിരിക്കുകയാണ്. ആ പ്രവാചകനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. അങ്ങനെ പിന്തുടർന്നാൽ നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ല. എന്നാൽ നിങ്ങൾ വഴികേടിലായി പോകും. എവിടെയാണ്? ഖുൽ ഹൽ നുനബ്ബിഉക്കും ബിൽ അഖ്സരീന അഅമാല, അമലുകൾ പൊളിഞ്ഞ് പാളിസായ ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അള്ളാഹു ഖുർആനിലൂടെ ചോദിക്കുകയാണ്, അല്ലദീന ളല്ല സഈഹും ഫിൽ ഹയാത്തി ദുനിയ, അവർ വിചാരിച്ചത് തങ്ങളുടെ ഐഹിക ജീവിതത്തിൽ തങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് എന്നാണ്. വഴികേടായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർ വിചാരിച്ചത്. വഹം യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഞങ്ങൾ ഏറ്റവും നല്ലത് ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് മതത്തിൽ ഒരിക്കലും പരിചയമില്ലാത്തതാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ പറയാം, അമ്മിലുൽ അഅമാല ബാത്തില, നിരർത്ഥകമായ പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അലാ ഗൈരി ശരീഅ, പ്രവാചകൻ പഠിപ്പിച്ച ശരീഅത്തിൽ ഇല്ലാത്തത്. മസ്റൂഅത്തിൻ മുർലിഅത്തിൻ മഖ്ബൂലൻ, അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെടുകയോ അല്ലാഹു സ്വീകരിക്കാത്തതോ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നിർവഹിച്ചു എന്നതാണ് കർമ്മങ്ങൾ പിഴച്ചുപോയ ആളുകളെ അല്ലാഹു ഖുർആനിലെ 18-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വരച്ചു കാണിച്ചത്. ഇതെല്ലാം പറയുന്നത് പ്രവാചകനെ അധ്യാപനങ്ങളെ എങ്ങനെ അനുധാവനം ചെയ്യണമെന്നും പ്രവാചക നിയോഗത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നും പ്രവാചകൻ നിർവഹിച്ച ദൗത്യം എന്താണ് എന്നും ഈ തലമുറ ഇനിയും ആവർത്തിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൃത്യമായി ദീനിനെ മനസ്സിലാക്കി, വിശ്വാസത്തെ മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്തുന്ന നല്ല വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.